എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം കുഞ്ഞിക്കാവിനെ കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാഭക്തനാണ് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി. ഭാഗവത പാരായണം ജനകീയമാക്കിയത് അദ്ദേഹമാണെന്ന് പറയാം. ക്ഷേത്രപ്രവേശനം നടപ്പിലാകാത്ത അക്കാലത്ത് കൂടല്ലൂരിൽ നിന്ന് വരുന്ന വഴിയിലെല്ലാം അധസ്ഥിതരിൽ നിന്ന് വഴിപാട് ശേഖരിച്ച് ഗുരുവായൂർ ക്ഷേത്ര ഭണ്ഡാരത്തിൽ കൊണ്ടിടുകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ 1000 രൂപയ്ക്ക് പായസം ഷീട്ടാക്കി കടപ്പുറത്ത് കൊണ്ടുപോയി വിതരണം ചെയ്തു. അക്കാലത്ത് ഗുരുവായൂരിലെ ഭണ്ഡാരം പൂട്ടുകയില്ലായിരുന്നു. കുഞ്ഞിക്കാവ് ഭണ്ഡാരത്തിൽ നിന്നും അത്യാവശ്യം പണം എടുക്കുമായിരുന്നു. സ്വന്തം ആവശ്യത്തിനല്ല, ഒരു കൗപീനവും മുട്ടുമറയുന്ന മുണ്ടും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വേഷം. ഭക്ഷണം ഭഗവാന്റെ നിവേദ്യ ചോറും. കുഞ്ഞിക്കാവിന് അതിനാൽ പണത്തിന് ആവശ്യമില്ല. പാവങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ട് വന്നാൽ ഭണ്ഡാരത്തിൽ നിന്ന് പൈസ എടുത്ത് നൽകാനും അദ്ദേഹം മടിച്ചിരുന്നില്ല. താനും ഗുരുവായൂരപ്പനും തമ്മിൽ ഭാഗം കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം. പലർക്കും കുഞ്ഞിക്കാവിൻ്റെ ഈ നടപടിയിൽ എതിർപ്പുണ്ടായിരുന്നു. അവർ സാമൂതിരിയോട് ആവലാതി ബോധിപ്പിച്ചു. മടിച്ചാണെങ്കിലും സാമൂതിരി കുഞ്ഞിക്കാവിനെ വിളിച്ചു ചോദിച്ചു, "അങ്ങ് ഭണ്ഡാരത്തിൽ നിന്ന് പണമെടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശരിയാണോ?" താനും ഗുരുവായൂരപ്പനും തമ്മിൽ ഭാഗക്കരാർ ആയിട്ടില്ലെന്ന് കുഞ്ഞിക്കാവ് ശഠിച്ചു. താനും ഭഗവാനും ഒന്നാണ്. തനിക്ക് ആവശ്യമുള്ളത് താൻ എടുക്കും, ഗുരുവായൂരപ്പന് ആവശ്യമുള്ളത് ഗുരുവായൂരപ്പനും. അങ്ങേക്ക് അത് കാണണോ? എങ്കിൽ കണ്ടോളൂ. കുഞ്ഞിക്കാവ് വിനയാന്വിതനായി പറഞ്ഞു. അദ്ദേഹം കൊടിമരത്തിന് കിഴക്കായി തോർത്തു വിരിച്ച് അതിന് പിറകിലായി ഇരുന്ന് ഭാഗവതം വായന തുടങ്ങി. കുഞ്ഞിക്കാവ് വായന തുടങ്ങിയതറിഞ്ഞ് ആളുകൾ ഓടിക്കൂടി. അത്രയ്ക്കും ഭക്തി നിർഭരമായിരുന്നു കുഞ്ഞിക്കാവിൻ്റെ വായന. ആളുകൾ തോർത്തുമുണ്ടിൽ നാണയങ്ങൾ ഇട്ടു. ആചാര്യനെ നമസ്കരിച്ചു. 1.5 മണിക്കൂർ പോയത് ആരും അറിഞ്ഞില്ല. ഗോവിന്ദനാമ സങ്കീർത്തനം ചൊല്ലി വായന തീർന്നു. കുഞ്ഞിക്കാവ് നാണയങ്ങൾ നിറഞ്ഞ തോർത്തുകൊണ്ട് ചുരുട്ടിക്കൂട്ടി ഭഗവാന്റെ ഭണ്ഡാരത്തിൽ ചൊരിഞ്ഞു. സാഷ്ടാംഗം നമസ്കരിച്ചു ഗുരുവായൂരപ്പനെ. കൂടെ കണ്ടുനിന്ന ഭക്തന്മാരും ഗോവിന്ദനാമം ചൊല്ലി കണ്ണീരണിഞ്ഞു. ഭഗവാനെ നമസ്കരിച്ചു. ഒന്നും പറയാനാകാതെ സാമൂതിരിയും നമസ്കരിച്ചു. "കൃഷ്ണ ഗുരുവായൂരപ്പ!" ഏകാദശി ദിവസം ഭക്തന്മാരെ കൂട്ടി നാരായണനാമം ജപിച്ചുകൊണ്ട് മഞ്ജുളാൽ വരെ ഘോഷയാത്രയും അദ്ദേഹം ചെയ്യുക പതിവായിരുന്നു. "കൃഷ്ണ ഗുരുവായൂരപ്പ, ഭഗവാനെ, ഭക്തവത്സല, കാരുണ്യസിന്ധു, രക്ഷിക്കണേ."